സഭയുടെ വളർച്ചയുടെ ചരിത്രം. അപ്പോസ്തല പ്രവൃത്തികൾ കേവലം ഒരു ചരിത്രരേഖ മാത്രമല്ല, അത് ദൈവത്തിൻ്റെ വചനം ലോകമെമ്പാടും വ്യാപിച്ചതിൻ്റെ വിജയഗാഥയാണ്. ഈ പുസ്തകത്തെ നമുക്ക് 5 പ്രധാന തലങ്ങളിലൂടെ പഠിക്കാം. പുസ്തകം ആരംഭിക്കുന്നത് പുനരുത്ഥാനം ചെയ്ത യേശു ശിഷ്യന്മാർക്ക് നൽകുന്ന അവസാന നിർദ്ദേശങ്ങളോടെയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. ഇത് ഈ പുസ്തകത്തിൻ്റെ മൊത്തത്തിലുള്ള ഘടനയാണ്. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവ് അഗ്നിനാവുകളുടെ രൂപത്തിൽ ശിഷ്യന്മാരുടെ മേൽ വരുന്നു. പത്രോസ് ധൈര്യത്തോടെ പ്രസംഗിക്കുന്നു. 3000-ഓളം പേർ സ്നാനപ്പെടുന്നു. ആദ്യകാല സഭയുടെ പ്രത്യേകത ഇതായിരുന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലും കൂട്ടായ്മയിലും അപ്പം നുറുക്കലിലും പ്രാർത്ഥനയിലും ഒരുമിച്ചിരുന്നു. സുവിശേഷം യെരുശലേമിന് പുറത്തേക്ക് വ്യാപിക്കുന്ന ആ കാലഘട്ടം. സ്തെഫാനോസിന്റെ രക്തസാക്ഷിത്വം സഭയെ ചിതറിക്കുന്നു. എന്നാൽ ഈ ചിതറിക്കപ്പെടൽ സുവിശേഷം പുതിയ ഇടങ്ങളിലേക്ക് എത്താൻ കാരണമായി. ശമരിയായിലും എത്യോപ്യൻ ഷണ്ടനും സുവിശേഷം അറിയിക്കുന്നു. സുവിശേഷം യഹൂദന്മാർക്ക് മാത്രമുള്ളതല്ല, അത് അക്രൈസ്തവർക്കും ഉള്ളതാണെന്ന് പത്രോസിന് വെളിപ്പെടുന്നു. സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണിത്. പൗലോസിന്റെ മാറ്റവും മിഷണറി യാത്രകളും. സഭയെ പീഡിപ്പിച്ചിരുന്ന ശൗൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടി പൗലോസ് അപ്പോസ്തലനായി മാറുന്നു. പൗലോസ് 3 വലിയ മിഷണറി യാത്രകൾ നടത്തുന്നു. അന്ത്യോക്യ സഭയുടെ മിഷണറി പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറുന്നു. എഫേസോസ്, ഫിലിപ്പി, കൊറിന്ത്, ഏഥൻസ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ സഭകൾ സ്ഥാപിക്കപ്പെടുന്നു. പുസ്തകം അവസാനിക്കുന്നത് പൗലോസിന്റെ തടവ് ശിക്ഷയും റോമിലേക്കുള്ള യാത്രയുമായാണ്. റോമിലെ തടവറയിൽ ഇരുന്നും പൗലോസ് ധൈര്യത്തോടെ സുവിശേഷം അറിയിച്ചു. സുവിശേഷത്തെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന സന്ദേശത്തോടെ പുസ്തകം അവസാനിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ മറക്കരുത്. പ്രാർത്ഥനയുടെ പ്രാധാന്യം. സഭയുടെ ഓരോ നിർണായക ഘട്ടത്തിലും അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ വഴി നടത്തൽ. മനുഷ്യബുദ്ധിയല്ല, പരിശുദ്ധാത്മാവാണ് സഭയെ നയിച്ചത്. സാക്ഷ്യം നൽകൽ. ഏത് പ്രതികൂല സാഹചര്യത്തിലും ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കാൻ അവർ മടിച്ചില്ല.